Today we are going to discuss about variables, types of variables. Okay. അപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതേപോലെ എന്തൊക്കെയാണ് വേരിയബിൾസിൻ്റെ ടൈപ്സുകൾ എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആർ ദി ആഗ്രിഗേറ്റ്സ് ഓർ ദി ആവറേജസ് ദാറ്റ് അഫക്റ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി ആസ് എ ഹോൾ. അപ്പോൾ ഒരു എക്കോണമിയുടെ മൊത്തം പ്രവർത്തനത്തെ മൊത്തം ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന ആവറേജസിനെ അല്ലെങ്കിൽ ആഗ്രിഗേറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, മാക്രോ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്കോണമിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ആവറേജസിനെ അല്ലെങ്കിൽ ആഗ്രിഗേറ്റ്സിനെയാണ് മാക്രോ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആണ് നാഷണൽ ഇൻകം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, നാഷണൽ വെൽത്ത്, ആഗ്രിഗേറ്റ് എംപ്ലോയ്മെൻറ്റ്, ആഗ്രിഗേറ്റ് സപ്ലൈ, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് സേവിങ്സ്, ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ജനറൽ ലെവൽ ഓഫ് വേജ് റേറ്റ്, പ്രൈസ് ലെവൽ, മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദീസ് വേരിയബിൾസ് ആർ ദി ആഗ്രിഗേറ്റ്സ് ഓർ ദി ആവറേജസ് ദാറ്റ് അഫക്റ്റ് ദി ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി ആസ് എ ഹോൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി വാണ്ട് ടു ടൈപ്സ് ഓഫ് വേരിയബിൾസ്. അപ്പോൾ ടൈപ്സ് ഓഫ് വേരിയബിൾസിൽ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ്, എൻഡോജനസ് ആൻഡ് എക്സോജനസ് വേരിയബിൾസ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റും ഡിപെൻഡൻറ്റ് വേരിയബിളൊക്കെ അറിയാമായിരിക്കും. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്, ഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ എന്തിനെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് എ വേരിയബിൾ ഓൺ വിച്ച് അനദർ ഡിപ്പെൻഡ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ വേരിയബിൾ ഓൺ വിച്ച് അനദർ ഡിപ്പെൻഡ്സ്. വേറെ എന്തെങ്കിലും ഒരു വേരിയബിളിനെയാണ് ആശ്രയിച്ച് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്. ഈ വേരിയബിളിനായിരിക്കും മറ്റ് പല കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അതായത് വേരിയബിൾ വേറെ ഏതെങ്കിലും വേരിയബിളിനെ ആശ്രയിച്ചിട്ടാണോ നിൽക്കുന്നതെങ്കിൽ, ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുള്ളതെങ്കിൽ അതാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് ജനറലി ലിങ്ക് ഹൗസ് ഹോൾഡ് കൺസംഷൻ ടു ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ് കൺസംഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. കൺസംഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻകം. അതായത് ഹൗസ് ഹോൾഡ് കൺസംഷൻ ഡിസ്പോസിബിൾ ഇൻകമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് കൺസംഷൻ നമ്മൾ സി ആയിട്ട് പറയും, ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ വൈ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ എന്ന രൂപത്തിലാണ് എഴുതുക. അവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസംഷൻ, വൈ എന്ന് പറഞ്ഞാൽ ഇൻകം. അപ്പോൾ കൺസംഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന് നമ്മൾ പറയുമ്പോൾ കൺസംഷൻ എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. വൈ എന്ന് പറയുന്നത് ഇൻകം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് ഒരാളുടെ കൺസംഷൻ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതുമായിട്ടാണ്, ഒരാളുടെ ഇൻകവുമായിട്ടാണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഇൻകം മാറുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ മാറും. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാം, ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ കുറയാന്നുള്ള രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ. The expression shows that aggregate consumption depends on disposable income. അതായത് ഇത് പറഞ്ഞിട്ടുള്ള എന്താണ്, കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. ദസ് കൺസംഷൻ എന്ന് പറയുന്നത് ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻകം ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈപ്സിൽ വരുന്നത് എൻഡോജനസ് ആൻഡ് എക്സോജനസ് വേരിയബിൾസ്. എൻഡോജനസ് ആൻഡ് എക്സോജനസ് വേരിയബിൾ ഫസ്റ്റ് പറയുന്നത് എക്സോജനസ് വേരിയബിൾ ആണ്. ആൻഡ് എക്സോജനസ് അല്ലെങ്കിൽ ഓട്ടോണമസ് എന്ന പേരിൽ നമുക്ക് പറയാം. ഓട്ടോണമസ് വേരിയബിൾ എന്നുള്ള പേരിൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് എക്സോജനസ് വേരിയബിൾ ഈസ് വൺ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ഔട്ട്സൈഡ് ദ മോഡൽ. അതായത് എക്സോജനസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്, അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് ഒരു മോഡലിന് പുറത്തു നിന്നായിരിക്കും. ഇപ്പോൾ ഒരു മോഡലിന് പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പുറത്താണ് അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സോജനസ് വേരിയബിൾ ആണ്. എക്സ് പുറത്ത് നിൽക്കുന്നത് കേട്ടോ, എക്സ് കഴിഞ്ഞ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ എക്സ് മിനിസ്റ്റർ എന്നൊക്കെ പറയില്ലേ, എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആദ്യത്തെ എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പുറത്ത് നിൽക്കുന്നത് ആലോചിച്ചാൽ മതി. ഇറ്റ്സ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ വാല്യൂസ് ഓഫ് അതർ വേരിയബിൾസ് ഇൻ ദ മോഡൽ. അപ്പോൾ ഒരു മോഡലിനകത്തുള്ള വേരിയബിൾസ് ഈ വേരിയബിൾസിനെ എന്ത് ചെയ്യൂല, അഫക്റ്റ് ചെയ്യൂല. അത് ഈ വേരിയബിൾ പുറത്താണ് നിൽക്കുന്നത്, പുറത്ത് എങ്ങനെയാണോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു മോഡലിനകത്തുള്ള വേരിയബിൾസിന് ഇതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. A change in an exogenous variable is classified as an autonomous change. അപ്പോൾ എക്സോജനസ് വേരിയബിളിലുള്ള മാറ്റം ഒരു ഓട്ടോണമസ് ചേഞ്ച് എന്ന രീതിയിലാണ് പറയാറുള്ളത്.
ഓക്കെ. അപ്പോൾ എക്സോജനസ് എന്ന് നമ്മൾ വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണമല്ലോ, ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഇത് പുറത്താണ് ഇതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന വേരിയബിളാണ് എക്സോജനസ് വേരിയബിൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ എൻഡോജനസ് കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. എൻഡോജനസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വേരിയബിൾ ഈസ് വൺ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമിൻ വിത്തിൻ ദി മോഡൽ. അപ്പോൾ ഒരു മോഡലിനകത്ത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന വേരിയബിൾ ഏതാണോ അതിനെയാണ് എൻഡോജനസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സോജനിറ്റി ആൻഡ് എൻഡോജനിറ്റി ആർ മീനിങ്ഫുൾ ഓൺലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ മോഡൽ. ഒരു മോഡൽ പറയുമ്പോഴാണ് ഒരു വേരിയബിൾസ് എക്സോജനസ് ആണോ എൻഡോജനസ് ആണോ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറയാറുണ്ട് അല്ലേ. നമ്മളൊരു മോഡൽ പറയുകയാണ്, ഏതാണ് എടുക്കുന്നത്? ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ മാത്രം ഒരു ഫങ്ഷനായിട്ടല്ല ശരിക്കുള്ള അല്ലേ. അതായത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇൻകം എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് നിൽക്കുന്നത്? ഡിമാൻഡ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു മോഡൽ എടുക്കുക, അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന വേരിയബിൾ നമ്മൾ ഏതാണ് പറയുന്നത്? പ്രൈസും ഡിമാൻഡുമാണ്. പ്രൈസും ഡിമാൻഡുമാണ് നമ്മൾ അകത്ത് പറയുന്ന ഒരു അതായത് മോഡലിനുള്ളിൽ വരുന്നത് പ്രൈസ്, ഡിമാൻഡ്. നമ്മൾ അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സിറ്റീരിയസ് വാരിയബിൾസ് എന്ന് പറയാറുണ്ട്. അതായത് വേറെയുള്ള വേരിയബിൾസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട്, അതായത് അത് പുറത്ത് വരുന്നതാണ്. ഏതൊക്കെയാണ് ഈ പുറത്താക്കിയിട്ടുള്ള വേരിയബിൾസ്? ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ പുറത്താക്കിയിട്ടുള്ള വേരിയബിൾസാണ്. ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ള വേരിയബിൾസ് വരുമ്പോൾ എക്സോജനസ് വേരിയബിൾ, അകത്ത് വരുന്നത് പ്രൈസും ഡിമാൻഡും, അതാണ് എൻഡോജനസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ കൺസംഷൻ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ ജനറലി ട്രീറ്റഡ് ആസ് എൻഡോജനസ് വേരിയബിൾ ഇൻ ദി മോഡൽ ഓഫ് നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ അവിടെ ആ രാജ്യത്തിൻ്റെ കൺസംഷൻ എന്താണ്, സേവിങ്സ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഒക്കെ ആ മോഡലിനകത്ത് വരുന്ന വേരിയബിൾസായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതെന്താണ്? എൻഡോജനസ് വേരിയബിൾ ആണ്. പിന്നെ എക്സ്പോർട്ട്സ് ആർ യൂഷ്വലി കൺസിഡർ ആസ് ആൻ എക്സോജനസ് വേരിയബിൾ ഇൻ ദി മോഡൽ. ഇപ്പോൾ എക്സ്പോർട്ട് ഉണ്ടല്ലോ, ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നത് പുറത്തു പോകുന്നതാണെന്ന് കരുതാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ മോഡലിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എക്സോജനസ് വേരിയബിളായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഡിമാൻഡും പ്രൈസും ലോ ഓഫ് ഡിമാൻഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് എൻഡോജനസ് ആൻഡ് എക്സോജനസ് വേരിയബിൾ. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് nominal and real variables. Nominal and real variables. Nominal is money and real variables. The value of a variable measured in current prices is known as the money or nominal variable. അപ്പോൾ എന്താണ് മണി അല്ലെങ്കിൽ നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഒരു വേരിയബിളിൻ്റെ വാല്യൂ അളക്കുന്നത്, മെഷർ ചെയ്യുന്നത് കറൻറ്റ് പ്രൈസിലാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രൈസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നോമിനൽ വേരിയബിൾ എന്ന് പറയും. Okay, thus a money variable represents the value of some collection of physical things measured in the current prices. ഒരു മണി വേരിയബിൾ കാണിക്കുന്നത് എന്താണ്? റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ കയ്യിലൊരു വസ്തുവിൻ്റെ കറൻറ്റ് പ്രൈസിൽ എന്താണോ അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ മെഷേർഡ് ഇൻ ബേസ് ഇയർ പ്രൈസസ് ഈസ് നോൺ ആസ് ദി റിയൽ വേരിയബിൾ. അപ്പോൾ റിയൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഇയർ, അതായത് എക്കണോമിയിൽ വല്ലാതെ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ബേസ് ഇയർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ കൺസിഡർ ചെയ്യുന്ന ബേസ് ഇയറിൻ്റെ പ്രൈസിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റിയൽ വേരിയബിൾ എന്ന് പറയുന്നത്. Thus, a real variable represents the value of some collection of physical things in terms of the fixed base year prices. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ബേസ് ഇയർ ഉണ്ട്. നമ്മളൊരു ബേസ് ഇയർ പറഞ്ഞാൽ എക്കോണമിയിൽ വല്ലാതെ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ നോർമലായിട്ട് നിൽക്കുന്ന ഒരു ഇയർ. ആ ഇയറിലെ പ്രൈസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളൊരു വേരിയബിളിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നതെങ്കിൽ അത് റിയൽ വേരിയബിളാണ്. ഓക്കെ, the difference between a nominal variable and a real variable is that changes in real variable reflect only changes in quantity, whereas changes in money variable could be the result of changes in quantity, changes in price, or some combination of both.
ഇപ്പോൾ നോമിനൽ വേരിയബിളും അതേപോലെ റിയൽ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, റിയൽ വേരിയബിളിലുള്ള മാറ്റം എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ക്വാണ്ടിറ്റിയിലുള്ള മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. റിയൽ വേരിയബിളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഇറ്റ് റിഫ്ലക്ട്സ് ഓൺലി ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി. Whereas changes in money variable could be the result of changes in quantity, changes in price or some combination of both. മണി വേരിയബിൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ പ്രൈസിൽ എന്ത് മാറ്റം വരുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലും പ്രൈസിലൊക്കെ എന്ത് മാറ്റം വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് മണി വേരിയബിളിൽ മാറ്റം വരാം. പക്ഷേ ക്വാണ്ടിറ്റിയിൽ എന്ത് മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എവിടെ മാറ്റം വരുന്നുള്ളൂ, റിയൽ വേരിയബിളിൽ മാറ്റം വരുന്നുള്ളൂ. Then money variables are converted into real variables by dividing the money variables by the general price level. അപ്പോൾ മണി വേരിയബിൾസിനെ റിയൽ വേരിയബിൾസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്, മണി വേരിയബിൾസിനെ ജനറൽ പ്രൈസ് ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മണി വേരിയബിൾസിനെ റിയൽ വേരിയബിൾസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീഫ്ലേറ്റിംഗ്. ഇതിനെയാണ് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മണി വേരിയബിൾസിനെ റിയൽ വേരിയബിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, മണി വേരിയബിൾസിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ജനറൽ പ്രൈസ് ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. By dividing a money variable by P, any difference of that money variable from its base period value that was caused by price changes is eradicated. അപ്പോൾ ബേസ് പീരീഡിൽ നിന്ന് പ്രൈസ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മണി വേരിയബിളിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, P കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. The result is a real variable. അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് റിയൽ വേരിയബിൾ ആയിരിക്കും. The difference in the value of the real variable from the base period value is exclusively the result of change in quantity. Then ഇവിടെ വേരിയബിൾ, മണി വേരിയബിൾ, റിയൽ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. വേജ് വേരിയബിൾ ആണ്, മണി വേരിയബിൾ അതേപോലെ തന്നെ അല്ലേ, അതായത് W. അപ്പോൾ W/P ആണെങ്കിൽ റിയൽ വേരിയബിൾ ആണ്. ഇൻകം Y/P ആണെങ്കിൽ റിയൽ വേരിയബിൾ വരും. കൺസംഷൻ C മണി വേരിയബിൾ, C/P റിയൽ വേരിയബിൾ വരും. അപ്പോൾ ഓരോ വേരിയബിളിനെ ജനറൽ പ്രൈസ് ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും, മണി വേരിയബിളിനെ റിയൽ വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വേരിയബിളായിട്ട് വരുന്നത് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്. ഇപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഫ്ലോസിൽ വരുമ്പോൾ സ്റ്റോക്കും ഫ്ലോസും എന്താണ്, വേരിയബിൾസ് ആണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എ സ്റ്റോക്ക് ഈസ് എ ക്വാണ്ടിറ്റി മെഷറബിൾ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈം, വേർ എ ഫ്ലോ ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്താണ്, സ്റ്റോക്ക് ഈസ് എ ക്വാണ്ടിറ്റി മെഷറബിൾ, ഒരു ക്വാണ്ടിറ്റി ആണല്ലേ, അത് മെഷർ ചെയ്യാൻ കഴിയും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. Whereas a flow is a quantity which can be measured only over a period of time. ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്, ഇത്ര കാലയളവിൽ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്ലോ ആണ്. Okay, thus a stock variable has no time dimension, whereas a flow variable possesses a time dimension. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വേരിയബിളിന് ഒരു ടൈം ഡയമെൻഷൻ ഉണ്ടാവില്ല, ഫ്ലോ വേരിയബിളിന് ഒരു ടൈം ഡയമെൻഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയർ ആവും സ്റ്റോക്സ് എന്താണ്, ഫ്ലോസ് എന്താണ് എന്നുള്ളത്. ഇവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്സിൽ വരുന്നത് മണി സപ്ലൈ, വെൽത്ത്, സേവിങ്സ്, ഇൻവെൻട്രീസ്, ക്യാപിറ്റൽ, എംപ്ലോയ്മെൻറ്റ്, ബാങ്ക് ലോൺസ് എന്നുള്ളതൊക്കെ സ്റ്റോക്കിൽ വരും. ഫ്ലോസിൽ വരുന്നത് എക്സ്പെൻഡിച്ചർ, ഇൻകം, സേവിങ്, എ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്, എക്സ്പോർട്സ്, സെയിൽ, പ്രൊഡക്ഷൻ, ഇമ്പോർട്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കൺസംഷൻ, ചേഞ്ച് ഇൻ മണി സപ്ലൈ, വേജസ് ആൻഡ് സാലറീസ്, ടാക്സ് പേയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, dividends, number of persons who secure employment. Then stocks and flows are interrelated. Stocks and flows തമ്മിൽ കണക്ട് ചെയ്ത് കിടക്കുകയാണ്, interrelated ആണ്. For those flow variables that have a direct stock counterpart, any change in the magnitude of the stock variable between two specified points in time depends on the magnitudes of its counterpart flow variables during the period. അപ്പോൾ നമ്മൾ സ്റ്റോക്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ അതേപോലെ തന്നെ ഫ്ലോസും വരും. അതായത് ചേഞ്ച്, സ്റ്റോക്ക് പറയുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏതിൽ വരും, ഫ്ലോസിൽ വരും. അതായത് ഇന്ന കാലയളവിൽ മാറ്റം വന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോസ് ആയിട്ട് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ,
The stock of capital can increase only as a result of an excess of the flow of investment over the flow of capital goods consumed. Sometimes the magnitude of a flow may be determined by the changes in the stock. ഇപ്പോൾ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിന് എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ആസ് എ റിസൾട്ട് ഓഫ് ആൻ എക്സസ് ഓഫ് ദി ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്ലോയിൽ എന്തെങ്കിലും കൂടുതൽ മാറ്റം വന്നാലാണ് എവിടെ മാറ്റം വരുത്താൻ കഴിയുള്ളൂ? സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലും മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അതായത് ഫ്ലോയിൻ്റെ അളവ് എന്താണോ അത് സ്റ്റോക്കിനെയും കൂടി ബാധിക്കും. ഫ്ലോയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കിനെയും കൂടി ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദി ക്യാപിറ്റൽ സ്റ്റോക്ക്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്ലോയിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ഏതിന്മേലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ സൈസുമേലാണ് ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്സ് ക്യാൻ എക്സേർട്ട് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ഫ്ലോസ് only if time period is long enough to produce the required changes in stocks. Thus, in the short run, flows will not be much influenced by changes in stock. അപ്പോൾ ടൈം പീരീഡിൻ്റെ അടിസ്ഥാനം, അതായത് ലോങ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? സ്റ്റോക്സ് ക്യാൻ എക്സേർട്ട് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ഫ്ലോസിന് മുകളിൽ സ്റ്റോക്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ലോങ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ. Thus, in the short run, flows will not be much influenced by changes in stock. ഇപ്പോൾ സ്റ്റോക്സിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഷോർട്ട് റണ്ണിൽ ഫ്ലോസിനെ വല്ലാതെ ബാധിക്കില്ല. എ സ്റ്റോക്ക് മേ ഹാവ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇൻ ടൈം. ഒരു സ്റ്റോക്കിന് തന്നെ പലതരത്തിലുള്ള അളവുകളായിരിക്കും. പല പോയിൻറ്റ്സ് ഇൻ ടൈംസിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ മാഗ്നിറ്റ്യൂഡായിരിക്കും ഉണ്ടാവുക. ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എ സ്റ്റോക്ക് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്ലോ. സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് ഫ്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എ സ്റ്റോക്ക് ക്യാൻ ചേഞ്ച് ഓൺലി ആസ് എ റിസൾട്ട് ഓഫ് ഫ്ലോസ്. ഒരു സ്റ്റോക്കിന് സ്റ്റോക്കിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്? ഏതിൻ്റെ ഭാഗമായിട്ട്? ഫ്ലോസിൽ എന്ത് മാറ്റം വന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുമ്പോൾ സ്റ്റോക്സും ഫ്ലോസും പറയുമ്പോൾ എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് വേരിയബിൾസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പിന്നെ നോമിനൽ ആൻഡ് റിയൽ വേരിയബിൾ, എക്സോജനസ് ആൻഡ് എൻഡോജനസ് വേരിയബിൾ, ദെൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റും കൂടി, ചെറിയൊരു കൺസെപ്റ്റ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കാം കേട്ടോ. എക്സാൻഡെ ആൻഡ് എക്സ്പോസ്റ്റ്. അപ്പം ഈ കൺസെപ്റ്റ് നമ്മൾ ശരിക്കും നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഇതിൻ്റെ മീനിങ് എന്നുള്ളത്, അല്ലേ? പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കാം. അപ്പോൾ രണ്ട് കൺസെപ്റ്റുകൾ, അതായത് എക്സാൻഡ് ആൻഡ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? ഗുന്നാർ മിർദാൽ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് എക്സാൻഡ് ആൻഡ് എക്സ്പോസ്റ്റ് എന്നുള്ള വേർഡ് എന്ത് ചെയ്തത്? ഫോർമുലേറ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എക്സാൻഡ് ആൻഡ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് എന്നുള്ളത്. ഈ രണ്ട് ടേംസും യൂസ് ചെയ്യുന്നത് സേവിങ്സ് അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ രണ്ട് കൺസെപ്റ്റുകളും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോസ്റ്റ് എൻ്റെ മീനിങ് എന്താണ്? ആഫ്റ്റർ വേർഡ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം, അതായത് ആഫ്റ്റർ വേർഡ്, അതായത് ആക്ച്വൽ ഓർ റിയലൈസ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടതാണ്, ദ ടേം എക്സ്പോസ്റ്റ് മീൻസ് ആഫ്റ്റർ വേർഡ്, ആക്ച്വൽ ഓർ റിയലൈസ്ഡ്, അല്ലേ? നമുക്ക് എന്താണോ നമ്മൾ റിയലൈസ് ചെയ്തത്, എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഒന്ന് ഓർത്ത് വെക്കാം. ദസ് ഇൻ റിലേഷൻ ടു നാഷണൽ ഇൻകം കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോസ്റ്റ് ഇംപ്ലൈസ് ആക്ച്വൽ ഓർ റിയലൈസ്ഡ് ഇൻകം, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര. ഇപ്പോൾ എന്താണ് ആക്ച്വൽ ഇൻകം, എന്താണ് അല്ലെങ്കിൽ റിയലൈസ്ഡ് ഇൻകം എന്താണ്, സേവിങ്സ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതൊക്കെയാണ് എക്സ്പോസ്റ്റിൽ വരുന്നത്. എക്സ്പോസ്റ്റ് പറഞ്ഞാൽ ആഫ്റ്റർ വേർഡ്. ദെൻ എക്സാൻഡ മീൻസ് ബിഫോർ ഹാൻഡ്, മുന്നേ എന്തുള്ളതാണെന്നില്ല. എക്സാൻഡ എന്നാൽ മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ച് വെക്കുക. മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസയേർഡ്, നമ്മൾ കരുതുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാൻഡ്, അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണോ എന്നുള്ളതാണ് എക്സാൻഡയിൽ വരിക. അപ്പോൾ എക്സാൻഡെ എന്ന് പറഞ്ഞാൽ ബിഫോർ ഹാൻഡ് ആണ്. എക്സാൻഡെ സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിനോട്ട്സ് ദി ഡിസയേർഡ് ഓർ പ്ലാൻഡ് സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് Savings and investments are always equal exposed, although
ദ ടു ആർ നോട്ട് നെസസറിലി ഈക്വൽ എക്സ് ആൻഡ്. ഇപ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും മിക്കവാറും ഏതിന് ഈക്വലായിട്ടായിരിക്കും വരിക? എക്സ്പോസിന് ഈക്വലായിട്ടായിരിക്കും വരിക. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എക്സ് ആൻഡേക്കും അല്ലാതെ ഈക്വലായിട്ട് വരില്ല, കാരണം നമുക്ക് ഡിസൈർഡ് ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും കരുതാം. ദ എക്സ്പോസ്ഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ വിൽ ഡിഫർ ഫ്രം ഇറ്റ്സ് എക്സ് ആൻഡ് വാല്യൂ ഇൻ ഡിസിക്ലിബ്രിയം. ഡിസിക്ലിബ്രിയം എക്സ്പോസ്ഡ് വാല്യൂം എക്സ് ആൻഡ് വാല്യൂം തമ്മിൽ രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ തമ്മിൽ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസിക്ലിബ്രിയം ആയിരിക്കും. ഇക്ലിബ്രിയം റിക്വയർസ് ഈക്വാലിറ്റി ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ്പോസ്ഡ് വാല്യൂസ് ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിൻ്റെ എക്സ് ആൻഡ് വാല്യൂസും അതേപോലെ എക്സ്പോസ്ഡ് വാല്യൂസും ഈക്വൽ ആകുമ്പോഴാണ് ഇക്ലിബ്രിയം ഉണ്ടാകുന്നത്. ദിസ് ഈസ് ഓൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേരിയബിൾ, ടൈപ്സ് ഓഫ് വേരിയബിൾ, പിന്നെ എക്സ് ആൻഡ് എക്സ്പോസ് എന്ന് പറയുന്ന ചെറിയൊരു കൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.